എലത്തൂർ മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെയാണ് പോരാട്ടമെന്ന NCP അജിത് പവാർ പക്ഷം സ്ഥാനാർത്ഥി CK ശശീന്ദ്രൻ. ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിക്കുന്നത് താനാണ് യഥാർത്ഥ NCP സ്ഥാനാർത്ഥി. NCP മണ്ഡലം നിലനിർത്തുമെന്നും ശശീന്ദ്രൻ പറഞ്ഞു. ഇടതുകോട്ടയെ അറിയപ്പെടുന്ന എലത്തൂരിൽ ഇത്തവണ വലിയ ആശയക്കുഴപ്പത്തിലാണ് കാര്യങ്ങൾ. കാരണം NCP രണ്ടായി വിഭജിച്ചിരുന്നു. അതിൽ അജിത് പവാർ പക്ഷത്തിനാണ് ഇത്തവണ ക്ലോക്ക് ചിഹ്നവും NCP പാർട്ടി എന്ന പേരിൽ മത്സരിക്കാനും കഴിയുന്നത്. AK ശശീന്ദ്രന് വർഷങ്ങളായി അദ്ദേഹം മത്സരിച്ചിരുന്ന ക്ലോക്ക് ചിഹ്നം നഷ്ടമാവുകയും കാഹളം മുഴക്കുന്ന മനുഷ്യൻ എന്ന ചിഹ്നമാണ് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അജിത് പവാർ പക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുടെ പേരും ശശീന്ദ്രൻ എന്ന് തന്നെയാണ്, PK ശശീന്ദ്രൻ എന്ന് തന്നെയാണ്. എന്തായാലും ആ സ്ഥാനാർത്ഥിയാണ് നമുക്കൊപ്പം ഉള്ളത്. എങ്ങനെ പോകുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം? ഞങ്ങൾ പ്രചരണം ആരംഭിക്കുന്നേ കാരണം കളക്ടറേറ്റ് മീറ്റിംഗ് തുടങ്ങാൻ പോവുകയാണ്. ബാക്കി നാളെ പത്രസമ്മേളനമുണ്ട്, അതിനുശേഷമേ അതൊക്കെ തുടങ്ങുള്ളൂ. എങ്ങനെയാണ് മത്സരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായത്? മത്സരിക്കാൻ സാഹചര്യം വെച്ചാൽ ഒന്നുമില്ല. ഈ എലത്തൂർ മണ്ഡലത്തിൽ എലത്തൂർ മണ്ണിൽ ഇയാൾ ഒന്നൊരു കാര്യവും ചെയ്തിട്ടില്ല അദ്ദേഹം. അപ്പം 15-20 വർഷമായി അവിടെ മന്ത്രി, 2 പ്രാവശ്യം മന്ത്രി, എന്നിട്ട് പോലും എലത്തൂർ മണ്ണിൽ ഒരു കാര്യം ചെയ്തില്ല. കുറച്ച് എന്താ പറയുക, കുറച്ച് പശുക്കളെയും ആടിനെയും കോയിനെയും കൊടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ. വികസനമല്ലേ വേണ്ടത്. പിന്നെ അത് മാത്രമല്ല, ഈ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ അവിടെ താമസിച്ച ആളാണ്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് എനിക്ക് തന്നെ അനുഭവപ്പെട്ടു. പിന്നെ അതിൽ വരെ പറയാനില്ലല്ലോ. ഈ പേര് AK ശശീന്ദ്രന്റെ ഏതാണ്ട് സാമ്യമുള്ള പേരാണ് അല്ലേ? ഒപ്പം ചിഹ്നവും ലഭിച്ചു. അത് പിന്നെ നമ്മളെ അല്ലത് എങ്ങനെയാണ് സ്ഥാനാർത്ഥി? ഈ പേരിന്റെ സാമ്യത കൊണ്ടാണോ സ്ഥാനാർത്ഥി? ഞാൻ ആദ്യം PK ശശീന്ദ്രൻ തന്നെയാണ്. അല്ല, ഇതുകൊണ്ടാണോ താങ്കളെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടി? അതറിയില്ല. ഞാൻ എത്രയോ വർഷമായി ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായില്ലേ. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ കോഴിക്കോട് ജില്ലയിലെ പ്രസിഡന്റായിരുന്നു NCPയുടെ. പിന്നെ അതിന് ശേഷം സലീന എന്ന് പറഞ്ഞ ഒരു ബന്ധു മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോയതാണ്. അപ്പം അങ്ങനെയാണ് ഉണ്ടായത്. ഇപ്പം എവിടെ താമസിക്കുന്നപ്പോൾ? ഇപ്പം ഞാൻ ജോലി സംബന്ധമായിട്ട് മലപ്പുറമുള്ളത്. വൈഫിന് ജോലിയുണ്ട് മലപ്പുറമുള്ളത്. ഇങ്ങനെ ഒരാളെ അറിയുകയില്ലെന്നാണ് AK ശശീന്ദ്രൻ പറഞ്ഞത്. ഞങ്ങളുടെ പാർട്ടിയിലൊന്നും ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അജിത് പവാർ വിഭാഗം വന്നതിന് ശേഷമാണ് ഞാൻ പാർട്ടി ചേർന്നത്. ആദ്യം ഞാൻ ജനതാദളിലായിരുന്നു 25 വർഷത്തോളം. അന്ന് മാത്യു തോമസ്, കൃഷ്ണൻകുട്ടി, ഇങ്ങനെയുള്ള ജനതാദളിന്റെ കൂടെ ആയിട്ടുള്ളത്. അതായത് എവിടെയായിരുന്നു പ്രവർത്തിച്ചത്? മലപ്പുറത്തായിരുന്നു? അല്ല, കോഴിക്കോട്. ജനതാദളിന്റെ കൂടെ ആയിരുന്നു. എന്നിട്ട് ഈ മണ്ഡലം പ്രസിഡന്റായിരുന്നു ആ സമയത്ത്. ഇതിപ്പോ ഇത് വന്നു കഴിഞ്ഞാണ് മാറിയത് അല്ലെ? ഈ അജിത് പവാർ പക്ഷമായിട്ട് ഗ്രൂപ്പ് മാറിയതിന് 2 ആയതിനു ശേഷമാണ് ഞാൻ ഇതിലേക്ക് മാറിയത്. ഈ പറഞ്ഞോ ശശീന്ദ്രന്റെ ആളുകൾ ബന്ധപ്പെട്ടോ? ഈ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പ്? ഒരുപാട് ആൾക്കാർ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കാനൊന്നുമില്ല, കാരണം അവരെ പാർട്ടിന്റെ ആൾക്കാരല്ലേ. ഞാനൊന്നുമില്ല. ഈ ചിഹ്നത്തിന്റെ കാര്യത്തിൽ തർക്കം ഉണ്ടായിരുന്നല്ലേ? ഈ ചിഹ്നം മരവിപ്പിക്കണം, വലിയ ഡിസ്പ്യൂട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കുറേ ദിവസമായി നിലനിൽക്കുന്നത്. അതിനെപ്പറ്റി വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം ചിഹ്നം അനുവദിച്ചല്ലോ, നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഇതിപ്പോ അദ്ദേഹം കഴിഞ്ഞ 15-20 വർഷമായി മത്സരിച്ചിരുന്ന ചിഹ്നമാണ്. എന്ത് തോന്നുന്നു? അവിടെ എന്ത് സംഭവിക്കും? അല്ലെ, അവിടുത്തെ ജനങ്ങൾക്ക്, എലത്തൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും ചാക്കുമ്പോൾ ചെയ്യും ജയിച്ചു കഴിഞ്ഞാൽ. അതാണ്. ജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ? ജയിക്കും 100%. ഈ ക്ലോക്ക് ചിഹ്നം ലഭിച്ചുകൊണ്ടാണോ പ്രതീക്ഷ? ക്ലോക്ക് ചിഹ്നത്തിന് മാത്രമല്ല, അദ്ദേഹത്തിനോടുള്ള വെറുപ്പ് ഒരുപാടാണ് ജനങ്ങൾക്ക്. അത് തന്നെ മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ അദ്ദേഹത്തെ പറ്റി ജനങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ സ്ഥാനാർത്ഥികളായാൽ സാധാരണ ചുവരെഴുതും, ഫ്ലക്സ് വെക്കും ഒക്കെ ഉണ്ട്. ഇതുവരെ ഈ ഒരു സ്ഥാനാർത്ഥിയുടെ, ഈ NCP സ്ഥാനാർത്ഥിയുടെ ഒരു ബോർഡ് പോലും എങ്ങും കാണാനില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ചിഹ്നം കിട്ടണ്ടേ? ഈ ചിഹ്നം കിട്ടിയാലേ നമുക്ക് ഡൽഹിക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ അയച്ച് കാര്യങ്ങൾ നീക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു താമസം ഉണ്ടായിരുന്നുള്ളൂ. ഒക്കെ എൻ്റെ സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ നടക്കും. നിങ്ങളുടെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ആരാണിപ്പോൾ? ദേശീയ അധ്യക്ഷൻ പ്രഫുൽ പട്ടേൽ. പ്രഫുൽ പട്ടേൽ അല്ല, അജിത് പവാറിന്റെ ഭാര്യയാണെന്ന് ആണ്. അത് ഇപ്പോൾ അദ്ദേഹം മരിച്ചല്ലോ, ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതിന് ശേഷം ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് അവർ പരിഹരിച്ചോളൂ. അവരിപ്പോൾ മുഖ്യമന്ത്രിയാണല്ലോ മഹാരാഷ്ട്രയിൽ. നിങ്ങളുടെ സംസ്ഥാന നേതാവ് ആരാണ്? പ്രസിഡന്റ്? ഇപ്പോൾ 2 ആഴ്ച മുന്നേ വരെ NA മുഹമ്മദ് കുട്ടി എന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് 2 സ്ഥലത്ത് മത്സരിക്കുന്നുണ്ട്, സ്വതന്ത്ര സ്ഥാനമായിട്ട് മത്സരിക്കുന്നുണ്ട്. പാർട്ടി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. തൃക്കരിപ്പൂരൊക്കെ ആയിരുന്നു അദ്ദേഹം മത്സരിക്കാനല്ലേ? അല്ല, അയാൾ ഒരിക്കലും കോട്ടയ്ക്കിൽ കഴിഞ്ഞ വർഷം മത്സരിച്ചാണ്. LDFന്റെ ഇതിൽ സപ്പോർട്ട് കൂടി പരാജയപ്പെട്ടു. ഇപ്പം തിരൂരും കോട്ടയ്ക്കിലും അദ്ദേഹം മത്സരരംഗത്തുണ്ടോ ഇപ്പോഴും? ഇല്ല, പിന്മാറി. അതാണ് ഈ 2 മത്സരിക്കാൻ കൊടുത്തിട്ടും അത് പിന്മാറി. താങ്കൾ മാത്രമാണ്
ഇപ്പൊ നിങ്ങളുടെ അധ്യക്ഷൻ ആരാണ് അപ്പോൾ? ഇപ്പോൾ പിന്നെ ജബ്ബാർ എന്ന ആളാണ്. അയാൾ ഒരു മരണം ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോയതാണ്. ഇവിടെ കാര്യമായ പ്രവർത്തനമൊക്കെ ഉണ്ടോ നിങ്ങൾ? ഉണ്ട് 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 ഉണ്ട്. അപ്പോൾ ഞാൻ അതിന്റെ പ്രവർത്തനത്തിൽ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പം ഒരു അവരനല്ല, നിങ്ങളാണ് ഒറിജിനൽ. ഞാനാണ് ഒറിജിനൽ NCPയുടെ ക്ലോക്ക് ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥി. അപ്പം NCP തന്നെ മണ്ഡലം നിലനിർത്തും. അതിൽ യാതൊരു സംശയം വേണ്ട. എല്ലാവരും നമ്മളെ ഭാഗത്ത് എല്ലാവരും പല ഫോണുകളും ഒക്കെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ മത്സരിക്കുക, ഇദ്ദേഹത്തെ നിർത്തറുന്നതാണ്. നിങ്ങൾ സംസ്ഥാന തലത്തിൽ ആർക്കാണ് പിന്തുണ കൊടുക്കുക? ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ ആരോടൊപ്പം നിൽക്കും? ഇപ്പം ഞങ്ങൾ NCPയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ളൂ. ജയിച്ചു കഴിഞ്ഞാൽ നേരം അതിൻ്റെ നേതൃത്വത്തിൽ സംസാരിച്ചിട്ട് കാര്യങ്ങൾ. ഇപ്പം നിലവിൽ ആരോടൊപ്പം? അല്ല, BJPയോടൊപ്പമാണല്ലോ ഈ മഹാരാഷ്ട്രയുണ്ട്. നമ്മൾ കേരള ഘടകത്തിന് ഞങ്ങൾക്ക് താല്പര്യം ഉള്ള ഒരു സംഭവമുണ്ട്. അത് ആ താല്പര്യമായിട്ട് മുന്നോട്ട് പോകും. അതിപ്പോൾ ഇവിടെ BJPയുടെ NDയോടൊപ്പം ഇല്ല. ഇവിടെ ഇവിടെ ഇല്ല. എന്നാലും വലിയ വിജയം ലഭിക്കുന്ന ഉറപ്പാണ്. എന്തായാലും പേര് സമാനമാണ്. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിൽ NCP മത്സരിച്ച ചിഹ്നത്തിൽ, അല്ലെങ്കിൽ AK ശശീന്ദ്രൻ മത്സരിച്ച ചിഹ്നത്തിലാണ് മത്സരിക്കുന്ന. ഒരു വിജയം നേടും. ആർക്കാണ് പിന്തുണ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.